ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു 4 പേപ്പർ ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. ഫസ്റ്റത്തെ പേപ്പർ ക്രാഫ്റ്റ് കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ്. ഫസ്റ്റത്തെ ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒരു ഫോട്ടോ ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ്. ഇത് ഫുൾ പിൻട്രസ്റ്റിലുള്ള ഐഡിയാസാണ് കേട്ടോ. പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ചെയ്യുന്ന ഐഡിയാസാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫോട്ടോ ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡ് മാതിരിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിന് ഫെവിക്കോളിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതേമാതിരി വെച്ചെടുത്താൽ മതി. ഇതാണ് നമ്മുടെ സാധനം, വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ സാധനം. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. അപ്പോൾ ഈ സെക്കൻഡ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോക്സ്, നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഇട്ടാക്കാൻ പറ്റിയ ഒരു ബോക്സാണ്. അപ്പോൾ അത് ഞാൻ ഇതും പിൻട്രസ്റ്റിൽ നോക്കിയിട്ടുള്ള സാധനം തന്നെ കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ നോക്കിയിട്ട് തന്നെ ചെയ്യുക. A4 ഷീറ്റ് എടുക്കുക, അതേമാതിരി മടക്കി കൊടുക്കുക. ഈ ഭാഗത്ത് എനിക്ക് വീഡിയോയിൽ കാണിച്ച് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ് ആക്കിയിട്ട് ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ അതേമാതിരി മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഭാഗം ഒന്നും ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് തുറന്ന് നോക്കുക. ഈ ഭാഗത്തൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഇതേമാതിരി കാരണം അത് ഇതേമാതിരി ഒന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളെ സാധനം സെറ്റാവും. ഇവിടെ നിന്ന് കുറച്ച് ഫെവിഗമാക്കിയിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ആവശ്യമില്ല, എന്നാലും വെറുതെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആ ബോക്സുകൾ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചൊരു പേഴ്സാണ്. ക്യൂട്ടായിട്ടുള്ളൊരു പേഴ്സാണ് കേട്ടോ. അപ്പം നമ്മൾ അതൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി വീഡിയോയിൽ കാണുന്ന മാതിരി മടക്കി കൊടുത്താൽ നമ്മുടെ സാധനം സെറ്റായി കിട്ടും. ഫസ്റ്റ് ഇതേമാതിരി മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി പശ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതൊന്നുകൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഒട്ടിച്ചെടുത്ത ശേഷം പിന്നെ മേലത്തെ ആ ഭാഗം ഉണ്ടല്ലോ, അതിന്മേൽ വേറൊരു പീസ് വേണം. അങ്ങനത്തെ ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്യുക. അതേമാതിരി കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലൊന്ന് കുറച്ച് പശാക്കി വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഒട്ടിച്ച് കൊടുത്ത ശേഷം ഇനി നമുക്ക് വേണ്ടത് വേറൊരു പീസാണ്. അത് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഇത് ഒട്ടിച്ച ശേഷം ഇങ്ങനത്തെ ഒരു പീസ് നമുക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് ഇതേമാതിരി അവിടെ 2 സൈഡിലും പശാക്കിയിട്ട് ഇതേമാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ. അപ്പോൾ ഇതാണ് നമ്മളെ പേഴ്സ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ എല്ലാവരുടെ സൈഡിലൊന്ന് ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഡിസൈൻ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ എല്ലായിടത്തും അങ്ങനത്തെ ലൈൻസ് എല്ലാ സൈഡിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്തത് സ്റ്റിക്കർ, ഞാൻ ഉണ്ടാക്കിയൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സ്റ്റിക്കർ ഞാൻ അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ക്യൂട്ടായിട്ടിൽ. അപ്പോൾ ഇതാണ് നമ്മളെ പേഴ്സ് അറിയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫോർത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഫോർത്തായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ബോക്സാണ്. നമുക്ക് സാധനങ്ങളൊക്കെ കുറേ ഇട്ട് വെക്കാൻ പറ്റിയൊരു ബോക്സാണ്. അതും വീഡിയോയിൽ കാണുന്ന മാതിരി ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേമാതിരി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തുവാണെങ്കിലും ഇതിലിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേമാതിരി മടക്കി കൊടുക്കാം. ഇതിനും ഫെവിക്കോൾ ആവശ്യമല്ല കേട്ടോ. ആകെ നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചത് അത് ആ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഫസ്റ്റ് ഉണ്ടാക്കിയ ബോക്സിന് മാത്രമാണ്. പിന്നെ പശ ഉപയോഗിച്ചത് മറ്റേ പേഴ്സിനുമാണ്, അല്ലാതെ നമ്മൾ പശ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതേമാതിരി തുറന്ന് നോക്കിയാൽ നമുക്ക് ഇതേമാതിരി കിട്ടും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം വെക്കാം. ഞാനിപ്പോൾ പെയിൻറ്റ് വെച്ചിട്ട് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്. ഫോട്ടോ സ്റ്റാൻഡ്, ഇതേമാതിരി കുറച്ച് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.